ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് തുണിയും ഏത് ടൈപ്പ് തുണി ആയിക്കോട്ടെ, അതുപോലെ പ്ലാസ്റ്റിക് കവറും ഉണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്നത് പണിയെ അതുപോലെ തന്നെ തുണി കഴുകുന്നതൊക്കെ വളരെ എളുപ്പത്തിലാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ഓൺ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇപ്പോൾ ഞാനിവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. തുണിയുടെ ടൈപ്പിലുള്ള ഒരു കവറാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലൊരു തുണി ഉണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നല്ലൊരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഈ പ്ലാസ്റ്റിക് കവറും അതുപോലെ ഈ തുണിയും കൂടെ ഏത് ടൈപ്പ് തുണിയും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടായിരുന്നുകൊണ്ട് ഇതിങ്ങനെ എടുത്തതേ ഉള്ളൂ. നമുക്ക് ഇത് ഉണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് കവറും ഈ തുണിയും വെച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്നതും അതുപോലെ തുണിയൊക്കെ കഴുകുന്നതൊക്കെ നമുക്ക് പിന്നെ പണിയേ അല്ലാതായി പോവും. അതുപോലെ നല്ലൊരു കിടിലൻ ഐഡിയ ആണേ. അപ്പോൾ ആ ബാഗിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അതൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്റ്റിച്ച് ജോയിൻ ചെയ്ത് വെച്ചതൊന്ന് വിടിയിച്ച് കൊടുക്കുന്നുണ്ട്. അല്ല, നമുക്ക് സിസേഴ്സ് വെച്ച് അത് വെട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെട്ടി ഒരു വലിയൊരു നീളത്തിലൊരു ക്ലോത്തായിട്ട് കിട്ടണം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ വിടുവിച്ച് നല്ല ലോങ് ക്ലോത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സൈഡ് ഒന്ന് നീറ്റായിട്ട് കിട്ടാനായിട്ട് അത് ഒന്ന് സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് വരച്ച് അത് കൊടുത്തിട്ട് എന്നിട്ട് അത് വെട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും വെട്ടി നല്ല ലോങ് ക്ലോത്താക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാഗിന് രണ്ട് സൈഡിലെയും പിടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡിലെ പിടി മാത്രം മതി. അപ്പോൾ ഒരു സൈഡിലെ പിടി വെട്ടിയിട്ട് വെട്ടാതെ നിർത്തുന്ന പിടിയിലോട്ട് ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നീളത്തിൽ നമുക്ക് കിട്ടണം ആ പിടി ഭാഗം. അപ്പോൾ ഞാൻ സ്റ്റാപ്ലർ വെച്ചാണ് ഇത് പിൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് തയ്ച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പിടിയുടെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൽ ഇടുകയും ഊരുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നീളത്തിലായിരിക്കണം പിടി എടുക്കേണ്ടത്. പിന്നീട് നമ്മൾ ആ വെട്ടി മാറ്റിയതിൽ നിന്ന് നീളത്തിൽ രണ്ട് സ്ട്രിപ്പ് കണക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ ലോങ് ക്ലോത്തായിട്ട് നമ്മൾ ആ ബാഗ് മാറ്റിയെടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വരത്തക്ക രീതിയിൽ നമ്മളത് സ്ട്രിപ്പ് വെട്ടിയിട്ട് നമ്മളതവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റാപ്ലർ പിൻ വെച്ചാണ് പിൻ ചെയ്യുന്നത്. നമുക്ക് തയ്ച്ചൊക്കെ എടുക്കാവുന്നതാണ്. അതേപോലെ ആ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലൊരു ലോങ് സ്ട്രിപ്പ് സ്റ്റാപ്ലർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയ ഒരു അടിപൊളി ഒരു ഏപ്രൺ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് പാത്രം കഴുകാം, അതുപോലെ തുണികളൊക്കെ കഴുകുന്ന സമയത്താണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കാതെ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് നമ്മുടെ ദേഹത്തോട്ട് വെള്ളം തെറിക്കുക എന്നുള്ള ആശങ്കയിലായിരിക്കും നമ്മൾ പാത്രം കഴുകുന്നത്. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ പണികളൊക്കെ വേഗത്തിൽ ചെയ്യാം. നല്ല നീറ്റായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഇരിക്കുകയും ചെയ്യും, അഴുക്കൊന്നും തെറിക്കത്തില്ല. ഇനി ഈ ഏപ്രനെ ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കണം, ഒന്നുകൂടെ ഒന്ന് ഇതാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കിടിലൻ ഐഡിയ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. ആ ഏപ്രൺ വെട്ടിയ പോലെ തന്നെ ആ പ്ലാസ്റ്റിക് കവർ ലോങ് ഷീറ്റായിട്ട് തന്നെ വെട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ പ്ലാസ്റ്റിക് കവർ ലോങ് ഷീറ്റായിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ ക്ലോത്ത് നമ്മൾ വെട്ടിയെടുത്തില്ല, അതിൻ്റെ പുറത്തോട്ട് ഈ ഷീറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു കിടിലൻ ഒരു ട്രിക്കാണ്. അപ്പോൾ ഞാൻ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന് ബട്ടർ പേപ്പർ തന്നെ എടുക്കണം, സാധാ പേപ്പറൊന്നും പോരാ, ബട്ടർ പേപ്പർ തന്നെ വേണം. അതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ബട്ടർ പേപ്പർ അടിയിലും വെക്കുന്നുണ്ട്. അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്താണ് നമ്മുടെ ആ ക്ലോത്തായിട്ടുള്ള ക്ലോത്തായിട്ടുള്ള ആ തുണിയും അതേപോലെ പ്ലാസ്റ്റിക് കവറും വെച്ചിരിക്കുന്നത്. എന്നിട്ട് ടോപ്പിൽ ആ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ്ലി അത് കവർ ചെയ്തിരിക്കണം. ഒരു കാരണവശാലും സൈഡൊന്നും വെളിയിലോട്ട് നിൽക്കരുത്.
ഇനി ഞാൻ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് പ്ലാസ്റ്റിക് കവറും അടിയിലുള്ള ക്ലോത്തും നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എല്ലാവരും ഉരുകി നമ്മുടെ അയൺ ബോക്സിൽ ഇരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അത് എക്സ്പോസ് ചെയ്തിരിക്കരുത്. കംപ്ലീറ്റ്ലി ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കണം. ബട്ടർ പേപ്പർ തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അയൺ ബോക്സ് കൊണ്ട് നന്നായിട്ട് തന്നെ ഇത് തേച്ചെടുക്കുന്നുണ്ട്. നല്ല ചൂട് തന്നെ വേണം, എന്നാലേ ഇത് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് അങ്ങനെ തേച്ച് എടുത്തിട്ട് അത് അയൺ ബോക്സ് മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റരുത്. അത് നോക്കിയാൽ കാണാം, അത് ചൂട് കുറയുന്നതനുസരിച്ച് ബട്ടർ പേപ്പർ തന്നെ അതിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് കാണാം. നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അത് എല്ലാം കൂടെ മെൽറ്റ് ചെയ്തിരിക്കും. അതെല്ലാം കൂടെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഉരുകി എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിനെക്കാട്ടും നല്ല നമ്മളത് തന്നെ ചൂട് പെട്ടെന്ന് തന്നെ കുറയും. 1 മിനിറ്റ് കൊണ്ട് തന്നെ ചൂടെല്ലാം കുറഞ്ഞ് ബട്ടർ പേപ്പർ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് കാണാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ചൂട് കുറയുമ്പോൾ ബട്ടർ പേപ്പർ തന്നെ അതിൽ നിന്ന് വിട്ട് വരും. എന്നിട്ട് നമുക്ക് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി അങ്ങനെ മാറ്റി വെച്ച് കൊടുത്ത് അത് തേച്ച് കംപ്ലീറ്റ്ലി അത് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് കവർ ക്ലോത്തിലോട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് കവറും ക്ലോത്തുമായിട്ട് കംപ്ലീറ്റ്ലി ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഒരു ഏപ്രണായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് പാത്രം കഴുകുമ്പോഴേ, അതുപോലെ തുണികളൊക്കെ കഴുകുമ്പോഴേ, അതേപോലെ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മുടെ ഇട്ടിരിക്കുന്ന തുണികൾ അഴുക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ക്ലോത്ത് ആയിക്കോട്ടെ, അതുപോലെ ഒരു കവറും ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് കവറും ഒക്കെ നമ്മൾ ഇതുപോലെ കിട്ടുമ്പോൾ നമുക്കിതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ഇത് എപ്പം വേണമെങ്കിലും നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഒരു ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.